Hi friends, welcome back to our channel World of Tailor Birdലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു wall hanger ചെയ്യാം. ന്യൂസ് പേപ്പറും ഒരു പഴയ കാർഡ്ബോർഡ് പീസ് ഉണ്ട്, ഒരു ടേബിൾ കലണ്ടറിൻ്റെ ഒരു കാർഡ്ബോർഡ് അതിൻ്റെ ഫ്രെയിം ഇതുണ്ടല്ലോ, അതിൻ്റെ ഒരു കാർഡ്ബോർഡ് പീസും ഒക്കെ കൊണ്ട് നമുക്കൊരു വാൾ ഹാങ്ങർ ചെയ്യാം. അതിനായിട്ട് ഞാൻ എടുത്തു വെച്ചത് ഇതൊക്കെ സാധനങ്ങളാണ്: പെയിൻറ്റ്, ഫാബ്രിക് പെയിൻറ്റ്, കട്ടറ്, ബ്രഷ്, സ്പോഞ്ചൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്കൊന്നത് കട്ട് ചെയ്തിട്ട്, ഇതിപ്പോൾ ഒരു സ്ക്വയർ പീസ് എൻ്റെ കയ്യിൽ ഉണ്ടായതാണ്, അപ്പോൾ എന്നെ കൊണ്ടൊന്ന് ചെയ്തു എടുത്തിട്ട് നമ്മളിങ്ങനെ ഒരു പീസ് കട്ട് ചെയ്യുക. കട്ട് ചെയ്യുമ്പോൾ കാരണം വെച്ചാൽ പേപ്പർ സ്റ്റിക്ക് ആക്കാൻ വേണ്ടിയിട്ട് ഇതൊരു പീസ് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ന്യൂസ് പേപ്പർ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലേ. അത് നിങ്ങൾക്കറിയാമല്ലോ, പേപ്പർ സ്റ്റിക്ക് ആക്കാൻ എല്ലാവർക്കും അറിയാം. അതിനായിട്ടൊരു പേപ്പർ എടുക്കുക. എന്നിട്ട് ഒന്നിക്കിൽ നമ്മൾ ഏരിക്കിളിയോ അല്ലെങ്കിൽ പിന്നെ നമ്മൾ എന്താ പറയുക, ഈ പെന്നിൻ്റെ ഉള്ളിലുള്ള റീഫില്ലറില്ലേ, അത് ഉപയോഗിച്ചിട്ടോ നമുക്കിതൊന്ന് റോൾ ചെയ്തെടുക്കാം. റീഫില്ലർ എടുത്തിട്ട് നമുക്കിങ്ങനെ ഒന്ന് റോൾ ചെയ്യാം. ഇത് റോൾ ചെയ്ത് ടൈറ്റായിട്ട് റോൾ ചെയ്യാം. അപ്പോൾ നമുക്കിവിടെ ഏകദേശം ഇത് തീരാനാകുമ്പോൾ ഇതങ്ങോട്ട് വലിച്ചു കളയാം. പിന്നെ റോൾ ചെയ്തെടുക്കുക. നീറ്റായിട്ട് ടൈറ്റായി റോൾ ചെയ്യാം. അപ്പോൾ അതിനൊരു 6 സ്റ്റിക്ക് ഞാൻ റോൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. റോൾ ചെയ്ത് വെച്ച സ്റ്റിക്ക് നമുക്കിനി ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. സിസേഴ്സോ എന്തെങ്കിലും വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഒന്നിക്ക് സിസേഴ്സ് വെച്ച് പ്രസ് ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ നമ്മൾ ഈ ഇതുണ്ടല്ലോ, ഫെവിക്കോളിൻ്റെ ഡബ്ബ വെച്ചിട്ടൊന്ന് എന്തെങ്കിലും ഒരു സാധനം വെച്ചിട്ടൊന്ന് നമുക്ക് പ്രസ് ചെയ്തിട്ട് ഇങ്ങനെ കൊടുക്കുക. എല്ലാം അതേപോലെ പ്രസ് ചെയ്ത് കൊടുക്കുക. പ്രസ് ചെയ്ത് വെച്ചു അല്ലേ. പ്രസ് ചെയ്ത് വെച്ചിട്ട് ഇപ്പോൾ നമുക്ക് നല്ല ഇതിങ്ങനെ സ്റ്റിക്ക് പോലെ തന്നെ ആയിട്ടുണ്ട്. കണ്ടോ, പരന്ന് നിൽക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഇനി നമുക്കൊരു കാർഡ്ബോർഡ് എടുക്കാം. ഞാൻ എടുത്ത കാർഡ്ബോർഡ് ഉണ്ട്, സ്ക്വയർ പീസ്. ആ കാർഡ്ബോർഡിൽ നമുക്ക് അതിൻ്റെ ഫ്രെയിമിന് വേണ്ടിയിട്ട് നമുക്കൊന്ന് വരച്ചെടുക്കാം. മെഷർമെൻറ്റിൽ ഒന്ന് വരച്ചെടുക്കുക. ഇത് 4 സൈഡും അതേപോലെ ഒരേ മെഷർമെൻറ്റ് വെച്ചിട്ട് വരച്ചെടുക്കുക. എന്നിട്ട് നമുക്ക് അതങ്ങോട്ട് കട്ട് ചെയ്തെടുക്കണം. അതിൻ്റെ ഫ്രെയിമായിട്ട് കട്ട് ചെയ്തെടുക്കുക. ഒരളവ് വരച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് സ്കെയിൽ വെച്ചിട്ട് തന്നെ ഈ സിസേഴ്സ് വെച്ചിട്ട് നൈഫ് വെച്ച് നമുക്ക് കട്ട് ചെയ്യാം. അതിൻ്റെ ഫ്രെയിം കട്ട് ചെയ്തെടുത്തു അല്ലേ. ഒന്ന് മാറ്റി വെക്കുക. ഇനി നമുക്ക് ഇതിന് വേണമെങ്കിൽ നമുക്കൊന്ന് കളർ ചെയ്തു. പെയിൻ്റ് എടുത്തത് ഇതിൻ്റെ ഫ്രെയിം ചെയ്യാൻ വേണ്ടിയിട്ട് ഈ സ്പോഞ്ചിൽ ഒന്ന് കുറച്ചെടുത്ത് ടോപ്പിൻ്റെ അകത്ത് ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്കത് നമ്മൾ സ്പോഞ്ചിലൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് വേഗം ഒന്ന് ചെയ്തെടുക്കാം അല്ലേ. അപ്പോൾ നമ്മൾ ഇതിൻ്റെ അകത്തുള്ള എന്താ പറയുക, ഈ പേപ്പർ സ്റ്റിക്കും ഫ്രെയിമും ഒക്കെ കളർ ചെയ്ത് ഏകദേശം ഒന്ന് ഡ്രൈ ആയി വരുന്നുണ്ട്.
അപ്പോൾ ഈ ഭാഗം കളർ ഞാൻ ചെയ്തിട്ടില്ല, അതിപ്പോൾ ഒട്ടിച്ച് പോകുമ്പോൾ നമുക്ക് ബാക്ക് സൈഡിൽ വരും. അപ്പോൾ അത് കുഴപ്പമില്ല, അത് കളർ ചെയ്യണമെന്നില്ല. ഇനി നമുക്ക് ഞാനിപ്പോൾ ഒരു യെല്ലോ കളർ പേപ്പർ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ പേപ്പർ എടുക്കുക. ഒരു പേപ്പർ സ്ട്രിപ്പ്, വേസ്റ്റ് പേപ്പറിൻ്റെ ഒരു സ്ട്രിപ്പ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് ഒരു ഫ്ലവർ ഉണ്ടാക്കാം. ഇനി ഒന്ന് ഫോൾഡ് ചെയ്യുക. ഫസ്റ്റ് ഫോൾഡ് ചെയ്തിട്ട് ഒന്ന് കുറച്ച് ഫെവിക്കോൾ ഇട്ട്, അല്ലെങ്കിൽ അത് നീങ്ങിപ്പോൾ കുറച്ച് ഫെവിക്കോൾ എന്നല്ല, ഏതെങ്കിലും ഒരു ഗം ഇട്ടിട്ടൊന്ന് കുറച്ചത് ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഫോൾഡ് ചെയ്യുക. ഫോൾഡ് ചെയ്ത് ഇവിടെ നിന്ന് ഇങ്ങോട്ടും ഫോൾഡ് ചെയ്ത്, പിന്നെ നമുക്ക് അറിയാമല്ലോ ഇവിടെ കുറച്ചൊരു ഭാഗം നമുക്ക് ഈ ഓപ്പൺ ആയ ഭാഗത്തുനിന്ന് നമുക്ക് കുറച്ച് ഇങ്ങോട്ടേക്കൊന്ന് ഫോൾഡ് ചെയ്തിട്ട് ഒന്ന് മാർക്ക് ചെയ്യുക. അത്ര വരെ ഒന്ന് നമ്മൾ കട്ട് ചെയ്താൽ മതി കേട്ടോ. ഈ ലൈന് ഒന്നിക്കലും ലൈന് വരയ്ക്കുക, അല്ലെങ്കിൽ ഇങ്ങനെ ഫോൾഡ് ചെയ്യാം. ഇവിടെ ഇങ്ങനെ ഒന്ന് സ്കെയിൽ വെച്ചിട്ട് ഒരു ലൈന് വരച്ചു കൊടുത്താലും കുഴപ്പമില്ല. ഇങ്ങനെ ഒരു ചെറിയൊരു ലൈന് ഇവിടെ ഒന്ന് വരച്ചു കൊടുക്കുക. അപ്പോൾ അതുവരെ നമ്മൾ ഈ പേപ്പർ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. ചെറുങ്ങനെ ചെറുങ്ങനെ ആ ഒരു ഫ്ലവർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെറുങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുക. നമ്മൾ അന്ന് വേറെ റൗണ്ട് ഫ്ലവർ ഉണ്ടാക്കാൻ കട്ട് ചെയ്തതിന് അതേപോലെ അതിനേക്കാളും ചെറുങ്ങനെയായിട്ട് കട്ട് ചെയ്യാം. അപ്പോൾ ഇത് കട്ട് ചെയ്തല്ലോ. ഇനി നമ്മളിതൊന്ന് ഓപ്പൺ ചെയ്തിട്ട് ഇത് കണ്ട തുറക്കുക. ഇനി ഒന്ന് ഇതേപോലെ ഒന്ന് കുറച്ച് നമ്മളിങ്ങോട്ടൊന്ന് ഒടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഷേപ്പ് ചെയ്യുക. ഒന്ന് ഇങ്ങോട്ടേക്ക് വലിച്ചു കൊടുക്കുക. പിന്നെ സിസേഴ്സ് കൊണ്ടാണ് ഇരിക്കുന്നത്, നല്ല പെൻസിലുണ്ടോ ഇങ്ങനെ കൊണ്ട് നമ്മളൊന്ന് ഇങ്ങനെ ഷേപ്പ് ചെയ്ത് റോൾ ചെയ്യാം. റോൾ ചെയ്യുന്ന സമയത്ത് ഇടയ്ക്കൊന്ന് ഫെവിക്കോൾ നിങ്ങൾ ഗമ്മ യൂസ് ചെയ്യുക. കാരണം വെച്ചല്ലെങ്കിൽ അതൊന്ന് തുറന്നു പോകില്ലേ. അപ്പോൾ നമുക്ക് കുറച്ച് ഗമ്മോട് യൂസ് ചെയ്യാം, അധികം ആവണ്ട. ഇങ്ങനെ റോൾ ചെയ്ത് നമുക്കൊരു ഫ്ലവർ ആക്കാം. 3-4 ഫ്ലവർ ഉണ്ടാക്കുക. നമ്മളൊന്ന് അതൊന്ന് തുറന്നു കൊടുക്കും. ഇങ്ങനെ ഒന്ന് തുറന്നിട്ട് വെക്കുക. നമുക്കത് പിന്നെ ലാസ്റ്റ് ഒന്ന് സ്റ്റിക്ക് ചെയ്യുക, അല്ല ഇങ്ങനെ തുറന്ന് വെച്ച് കൊടുക്കുക. ഇപ്പോൾ 4 ഫ്ലവർ ഞാനിപ്പോൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നമുക്കതിന് ഡെക്കറേറ്റ് ചെയ്യാൻ എടുക്കാം. അപ്പോൾ ഇനി നമുക്ക് ഇതൊന്ന് സ്റ്റിക്ക് ചെയ്താലോ. നമുക്ക് ഇതൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഇതിലേക്കൊന്ന് സ്റ്റിക്ക് ചെയ്ത് വെക്കണം അല്ലേ. ഏകദേശം ഒന്ന് നോക്കി വെക്കുക. ഇതിന് കറക്റ്റായിട്ട് ബാക്കിയുള്ള ഭാഗം കട്ട് ചെയ്ത് നമുക്കിതിനെ കണക്കായിട്ട് ഇത്രയല്ലേ വേണ്ടോ, അപ്പോൾ അതിനനുസരിച്ച് വെക്കുക. എന്നിട്ട് ബാക്കിയുള്ള ഭാഗം നമ്മൾ കട്ട് ചെയ്ത് കളയാം. അപ്പോൾ നമുക്കിതൊന്ന് സ്റ്റിക്ക് ചെയ്ത് വെക്കാം.
കംപ്ലീറ്റ് ചെയ്തു അല്ലേ. ഇനി നമുക്ക് വേണമെങ്കിൽ നമുക്ക് ഇവിടെ ഒട്ടിക്കാം. പിന്നെ അത് ചെയ്യുന്നില്ല. ഇനി നമ്മളിങ്ങനെ ഒരു ഫ്ലവർ നമ്മളന്ന് ഉണ്ടാക്കിയല്ലോ, അതുപോലത്തെ ഒരു ഫ്ലവർ ഉണ്ടാക്കിയിട്ട് വേണമെങ്കിൽ നമുക്ക് ഇവിടെ ഒന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കാം. ഇവിടെ ഒന്ന് സ്റ്റിക്ക് ചെയ്ത് ഫിക്സ് ചെയ്യുക. ഫ്ലവറൊക്കെ ഒന്ന് ഒട്ടിച്ച് വെച്ച് റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഹാങ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു റിബൺ എടുക്കുന്നുണ്ട്. ഒരു പീസ് റിബൺ എടുത്ത് നമുക്കൊന്ന് ഹാങ്ങിങ് ആക്കി കൊടുക്കാം. അതമ്മ ഞാൻ യൂസ് ചെയ്തത് നമുക്കൊന്ന് ഗ്ലൂ ഗണ്ണിന്റെ ഗമ്മ എടുത്തിട്ട് യൂസ് ചെയ്ത് നമ്മളിവിടെ ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുത്തല്ലേ. വാൾ ഹാങ്ങർ റെഡിയായി അല്ലേ. ഇപ്പോൾ ഫ്ലവറൊക്കെ വെച്ച് നല്ല ഭംഗിയായിട്ടുണ്ട്. ഒന്നുമില്ല, വേറെ ഒരു കാർഡ്ബോർഡ് പീസ്, ന്യൂസ് പേപ്പർ, കളർ പേപ്പർ, പെയിൻ്റൊക്കെ മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ. എല്ലാം വേസ്റ്റ് ആയിട്ടുള്ള പെയിൻറ്റ് മാത്രമേ നമ്മൾ വാങ്ങിച്ച ഫാബ്രിക് പെയിൻറ്റ് യൂസ് ചെയ്തിട്ടുള്ളൂ. ബാക്കിയൊക്കെ വേസ്റ്റ് ആയിട്ടുള്ള സാധനങ്ങളാണ്. അപ്പോൾ കൂട്ടുകാരൊക്കെ ഇത് ചെയ്ത് നോക്കുക. ഉണ്ടാ ഇത് ഈ ഒരു സ്ക്വയർ ഷേപ്പ്, പിന്നെ ഞാൻ വേറെ ഒരു ഹാർട്ട് ഷേപ്പ് പോലത്തെ ഒരു ഷേപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾ ചെയ്ത് നോക്കുക. ഏതാന്ന് നിങ്ങൾക്ക് കാർഡ്ബോർഡ് എങ്ങനെയുള്ള പീസാണോ നിങ്ങൾക്കുള്ളത് അതിനനുസരിച്ച് ചെയ്ത് നോക്കുക. കൂട്ടുകാർക്കൊക്കെ ഇത് ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.